ഇപ്പോൾ മെയ് മാസത്തിൽ നടക്കാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ടുള്ളൊരു പ്രിപ്പറേഷനാണ്. ഇപ്പോൾ എല്ലാ വർഷവും ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കുന്ന പോലെ തന്നെ ഡിഗ്രി പ്രിലിംസ് എന്തായാലും കിട്ടാറുണ്ട്. സാധാരണ പിന്നെ ഡിഗ്രി പ്രിലിംസ് തുടങ്ങിയത് മുതൽ എല്ലാ പ്രിലിംസും കിട്ടും. നമുക്ക് മെയിൻസിലാണ് നമ്മൾ തട്ടി വീഴുന്നത്. അതെനിക്ക് തോന്നുന്നു നമ്മൾ പിന്നെ പ്രിലിംസിൽ നമുക്ക് ഇംഗ്ലീഷും മാത്സും മലയാളം കൂടി ആകുമ്പോൾ നമുക്ക് 50-ൽ ഏകദേശം ഒരു 30 to 35 എന്തായാലും കിട്ടും. പിന്നെ കുറച്ച് GK കൂടി ആകുമ്പോൾ 50 to 55 വരെ എന്തായാലും കിട്ടാറുണ്ട്. പിന്നെ പക്ഷേ മെയിൻസിൽ അതല്ലല്ലോ. മെയിൻസിൽ നമുക്ക് ഇത് മൂന്നും കൂടി നമുക്ക് 30 മാർക്കിനേ ഉള്ളൂ. പിന്നെ വരുന്നത് 70 മാർക്കിനോളം നമുക്ക് പല പല സോഴ്സ് എന്നുള്ള ക്വസ്റ്റ്യൻസാണ് GK ഭാഗത്താണെങ്കിൽ. ഇപ്പോൾ NCERT ഉണ്ട്, SCERT, പിന്നെ ശ്രീധര മേനോൻ്റെ ടെക്സ്റ്റ്, പിന്നെ ലക്ഷ്മികാന്തിൻ്റെ ഇന്ത്യൻ പൊളൈറ്റി, അങ്ങനെ പല സോഴ്സിൽ നിന്നാണല്ലോ ഇപ്പം ക്വസ്റ്റ്യൻസ് ഇടുന്നത് PSC. അതുകൊണ്ട് നമുക്കത് കറക്റ്റായിട്ട് പഴയതുപോലെ ഒരു റാങ്ക് ഫയൽ പഠിച്ചിട്ട് കിട്ടാൻ പാടാണ്. എന്തായാലും മാക്സിമം ഈ വർഷം കിട്ടാൻ വിചാരിച്ച് തന്നെയാണ് ഒരുങ്ങിയിട്ടുള്ളത്. എന്തായാലും ഈ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്ന കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് LGS ഒക്കെ ആണല്ലോ. അപ്പോൾ ഇപ്പോൾ കമ്പനി ബോർഡ് LGS ഒക്കെ നല്ല നിയമനമുണ്ട്. അതേപോലെ അസിസ്റ്റൻറ്റും കുഴപ്പമില്ലാത്ത നിയമനമുണ്ട്. കഴിഞ്ഞ വർഷം ജസ്റ്റ് അത് മിസ്സാണ്. അപ്പോൾ എന്തായാലും ഈ വർഷം അത് സംഭവിക്കാൻ പാടില്ല എന്ന് വെച്ചിട്ട് ഒരു അതികഠിനമായിട്ടുള്ളൊരു പ്രിപ്പറേഷന് തന്നെയുണ്ട് ഒരുങ്ങിയേക്കാണ്. എന്താണെന്നറിയില്ല. എന്തായാലും പ്രിലിംസിൻ്റെ കൂടെ തന്നെ മെയിൻസിന് വേണ്ടിയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്. എന്നാലേ നടക്കുള്ളൂ. മറ്റേ നമ്മൾ പ്രിലിംസ് റിസൾട്ട് വരുമ്പോൾ തന്നെ കുറേ ആകും. പിന്നെ മെയിൻസ് അധികം സമയം ഉണ്ടാവില്ല. അപ്പോൾ